ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചോദ്യപേപ്പർ വിശകലനമാണ്. 8ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലി 15-12-2025 നടന്ന 8ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലി ചോദ്യപേപ്പറിൻ്റെ വിശകലനമാണ്. ഈ ചോദ്യപേപ്പർ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ആൻസർ കീ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ കഴിയുന്ന ക്രിസ്മസ് എക്സാമിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും ആൻസർ കീ നമ്മളുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എത്ര കമൻറ്റുകൾ വരും, എത്ര പേർക്ക് അത് ആവശ്യമുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും നമ്മളത് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. കേരള പാഠാവലി 15-12-2025 ഫസ്റ്റ് എക്സാം ആയിരുന്നു നിങ്ങളെല്ലാവരും നന്നായി എഴുതിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ 1 മുതൽ 4 വരെ ചോദ്യങ്ങളുടെ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ്. 1 മാർക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. വെടിയുണ്ടകളിലൂടെ എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാമെന്നും സ്വപ്നങ്ങൾ തകർത്തു കളയാമെന്നും അവർ കരുതി. അവർക്ക് തെറ്റുപറ്റി. മലാല യൂസഫ്സായിയുടെ ഈ വാക്കുകളിൽ തെളിയുന്നത് എന്ത്? സ്വപ്നച്ചിറകിൽ എന്ന പാഠഭാഗത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് ഇത്? ഞാൻ മാർക്ക് ചെയ്തതല്ല കേട്ടോ. ഇതെല്ലാം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത കുട്ടിയുടെ അവർ മാർക്ക് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് റൈറ്റ് ആൻസർ നിങ്ങൾ കരുതരുത്. അപ്പോൾ എന്താണ്? ആത്മവിശ്വാസവും ലക്ഷ്യബോധവും തന്നെയാണ് ശരിയായിട്ടുള്ള ആൻസർ. ശരിയായ ആൻസറുകൾ നമ്മൾ ആൻസർ കീയിൽ ഉൾപ്പെടുത്തും. അപ്പോൾ ഈ ചോദ്യം സ്വപ്നച്ചിറകിൽ നിന്നുള്ളതാണ്. എല്ലാവരും എഴുതിയെന്ന് കരുതുന്നു. രണ്ടാമത്തെ, ചുവടെ കൊടുത്തവൽ ശരിയായ പിരിച്ചെഴുതുന്നത് എങ്ങനെയാണെന്നാണ്. മഞ്ഞക്കിളി കൊടുത്തിട്ടുണ്ട്, എന്നും കൊടുത്തിട്ടുണ്ട്. വാഴക്കുല, തിരുവാതിര, തിരു പ്ലസ് ആതിര തിരുവാതിരയും, അതേപോലെ ഈ മഞ്ഞക്കിളി എന്നുള്ളതും ശരിയാണ് കേട്ടോ. 1ഉം 4ഉം കറക്റ്റാണ്. അടുത്തത്, ഞങ്ങളെ അപരിഷ്കൃതരെന്ന് വിളിച്ചത് മറ്റുള്ളവരാണ്. പരിഷ്കാരം അങ്ങനെയാണല്ലോ. കൊച്ചരേത്തി. ഈ വാക്യങ്ങളിലെ സൂചന എന്ത്? അപ്പൊ ഈ വാക്യങ്ങൾ എന്താ തെളിയുന്നത്? പരിഷ്കാരികൾ എന്ന് നടിക്കുന്നവരുടെ സംസ്കാരമില്ലായ്മ, പരിഷ്കാരികളാവാൻ കഴിയാത്തതിലുള്ള സങ്കടം, തങ്ങൾ അപരിഷ്കൃതരാണെന്ന് ചിന്തിക്കുന്നു, തങ്ങളുടെ തനതായ സംസ്കാരത്തിലുള്ള അഭിമാനമില്ലായ്മ. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആയത് എന്നുള്ളത് എഴുതണം. അടുത്തത്, ചിത്രത്തിൽ കാണുന്ന കലാരൂപം ഏതാണ്? ഇതിന്റെ ആൻസർ ഇതല്ല കേട്ടോ. ഇതിന്റെ ആൻസർ ഏതാണെന്നുള്ളത് ലാസ്റ്റ് നമ്മുടെ ആൻസർ കീഴിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പൊ ചിത്രത്തിൽ, ഇത് കൊച്ചരേത്തിയിൽ നിന്നുള്ള ചോദ്യമാണ്. അടുത്തത്, ചിത്രത്തിൽ കാണുന്ന കലാരൂപം ഏത്? ചാക്യാർകൂത്ത്, കഥകളി, തെയ്യം, ഓട്ടൻതുള്ളലാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ചാക്യാർകൂത്ത് തന്നെയാണ്. അടുത്തത് 5 മുതൽ 7. അപ്പൊ ഇത്രയും എഴുതിയ ഒരാൾക്ക് എത്ര മാർക്ക് കിട്ടും? 4 മാർക്കാണ് കിട്ടുക കേട്ടോ. അടുത്തത് വരുന്നത് 5 മുതൽ 7 വരെ ചോദ്യങ്ങൾക്ക് 3ഓ 4ഓ വാക്യത്തിൽ ഉത്തരം എഴുതുകയാണ്. അപ്പൊ നോക്കൂ, 5ാമത്തെ, താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങൾ അർത്ഥവ്യത്യാസം വരാതെ ഒറ്റവാക്യമാക്കുക. അമ്മ ആ വീടിന്റെ പടിയിറങ്ങി. അമ്മയുടെ കയ്യിൽ ഒന്നുമില്ല, ഒരു തുണിസഞ്ചി പോലും. അല്ലേ? അപ്പോൾ എന്താണ്? അർത്ഥവ്യത്യാസം വരാതെ ഒറ്റ വാക്യമാക്കി എഴുതണം. ഈ ഒരു ഫുൾ സ്റ്റോപ്പ് മാറ്റണം. ഈ 2 ഫുൾ സ്റ്റോപ്പ് മാറ്റി ഇതിനെ ഒറ്റ സെന്റൻസ് ആക്കി എഴുതണം. 6ാമത്തെ, സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങളാകട്ടെ നിങ്ങളുടെ ആലോചനകളുടെ മുഖ്യ വിഷയം. അത് ഉൾപ്പെടുത്താത്ത ഒന്നും ഇനി സ്വീകാര്യമല്ല. സ്വപ്നച്ചിറകിൽ നിന്നുള്ള ചോദ്യമാണ്. മലാലയുടെ ഈ നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വ്യക്തമാക്കുക. നിങ്ങളപ്പോൾ യോജിക്കുന്നുണ്ടെങ്കിൽ യോജിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ആൻസർ എഴുതുക. യോജിക്കുന്നില്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ ആൻസർ എഴുതണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ 3 മാർക്കാണ് അതിന് കിട്ടുക. അടുത്തത് 7ാമത്തെ എ ക്വസ്റ്റ്യൻ. അവർക്ക് അന്നം എവിടെ? നാണം എവിടെ? അന്തി കൂടാൻ ചേക്ക എവിടെ? കുറത്തിയുടെ ചോദ്യത്തിന്റെ പൊരുൾ വ്യക്തമാക്കുക. നിങ്ങൾ ഓർക്കുക എന്ന പാഠത്തിൽ നിന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ അപ്പൊ നിങ്ങൾക്ക് 7A അല്ലെങ്കിൽ 7B എഴുതിയാൽ മതി കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾ എന്തെഴുതുക? പ്രലോഭനത്തിലെ ഇതിലെ പ്രയോഗമെങ്ങി കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കണം. ഇരുളിനെ കാത്തു കിടക്കുമാലിൻ കരിനിഴൽ അറിയാതുറക്കമായി കരളോർക്കുമേതോ പുരാണശോക കഥ പോൽ ഈ ശ്യാമള ഭൂമി കാൺമു. വരികളിലെ പ്രയോഗഭംഗി കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. പ്രലോഭനത്തിൽ നിന്നുള്ളതാണ്. ഇനി 8 മുതൽ 11 വരെ ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതണം. 5 മാർക്കാണ്. ഓക്കെ. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഓർക്കുക എന്നുള്ളതിൽ നിന്ന് തന്നിട്ടുണ്ട്.
അല്ലെ? നിങ്ങൾ ഓർക്കുക എന്നുള്ള ആ ഒരു പാഠത്തിൽ നിന്നുള്ളത് 2 കാവ്യഭാഗങ്ങൾ 2 തന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ കീഴാളൻ എന്നുള്ള കുരീപ്പുഴ ശ്രീകുമാറിന്റെ കീഴാളൻ എന്നുള്ള കവിതയും ഉണ്ട്, നിങ്ങൾ ഓർക്കുകയിൽ നിന്നുള്ളതും ഉണ്ട്. അപ്പൊ ഈ 2 കാവ്യഭാഗത്തെയും ജീവിതാവസ്ഥകൾ താരതമ്യം ചെയ്തൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് ഈ ചോദ്യം. അപ്പൊ രണ്ടും എഴുതണം കേട്ടോ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, ഈ 5 മാർക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അടുത്തത് 9. അമ്പരമദ്യം തിളയ്ക്കുന്നൊരാദിത്യ ബിംബവും കെട്ടുപോമെങ്കിലാട്ടെ അക്കരി യൂതിപ്പിടിപ്പിച്ചു മറ്റൊരു തീക്കട്ടയുണ്ടാക്കും സർഗശക്തി. നിമിഷം എന്നുള്ള പാഠത്തിൽ നിന്നാണ്. വെടിയുണ്ടങ്ങൾ ഞങ്ങളെ നിശബ്ദരാക്കുമെന്ന് അവർ കരുതിയിട്ടുണ്ടാവണം, പക്ഷേ അവർ പരാജയപ്പെട്ടു. നിശബ്ദതയല്ല, 1000 ശബ്ദങ്ങളാണ് ആ ദിനത്തിൽ ഉയർത്തു വന്നത് സ്വപ്നച്ചിറകിൽ. 2 രചനാഭാഗങ്ങളിലും അതിജീവനത്തിന്റെ കരുത്തും കാന്തിയുമാണോ തെളിയുന്നത്? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. അപ്പൊ അഭിപ്രായക്കുറിപ്പാണ് എഴുതേണ്ടത്. രണ്ടും വായിച്ച് കമ്പയർ ചെയ്ത് വേണം എഴുതണമെങ്കിൽ, താരതമ്യം ചെയ്ത് നിങ്ങളിത് എഴുതണം. അടുത്ത 10. തട്ടുപൊളിപ്പൺ എന്നത് ചവിട്ടുനാടകവുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ ഉണ്ടായ ഒരു ശൈലിയാണ്. ഈ കലാരൂപത്തിന്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്? അപ്പൊ ചവിട്ട് നാടകത്തിനെ കുറിച്ച് എഴുതണം നിങ്ങൾ കേട്ടോ. ചവിട്ട് നാടകത്തിന്റെ മറ്റു പ്രത്യേകതകൾ കൂടി കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. ഇനി 11A. പ്രേക്ഷകരോട് ഒരു കാര്യം അറിയിക്കാൻ CNC ചാനലിന് അഭിമാനമുണ്ട്. യതീന്ദ്രനാഥ് ബാനർജിയുടെ തൂക്കിക്കൊല വരെയുള്ള എല്ലാ ദിവസങ്ങളിലും ഇനി ചേതനാഗൃദ്ധ മല്ലിക് CNC ചാനലിന്റെ കൂടെ തന്നെ ഉണ്ടാകും. ബ്രേക്കിംഗ് ന്യൂസിൽ നിന്നുള്ളതാണ്. സമകാലിക മാധ്യമങ്ങളുടെ അധാർമിക പ്രവണതകളെ വിമർശനാത്മകമായി അവതരിപ്പിക്കുന്ന രചനയാണ് ബ്രേക്കിംഗ് ന്യൂസ്. പാഠഭാഗവും പ്രസ്താവനയും വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. ഇതല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതാം 11A, അല്ലെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ഏതാണ്? ഇതാണ് കേട്ടോ. കുമാരനാശാന്റെയും അക്കിത്തത്തിന്റെയും സ്നേഹത്തെക്കുറിച്ചുള്ള കവിതകളാണിത്. സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കുകയാണ് എൻ ആത്മാവിൽ 1000 സൗരമണ്ഡലം. ഓക്കെ, അപ്പോൾ ഇത് കുമാരനാശന്റെ ഈ 2 വരികളും അക്കിത്തത്തിന്റെ ഈ 4 വരികളും കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് എന്ത് എഴുതാം? സ്നേഹത്തെക്കുറിച്ചുള്ള 2 കവികളുടെയും കാഴ്ചപ്പാട് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇത് എന്തുകൊണ്ട് വെറുതെ ഇങ്ങനെ വായിച്ചു പോകുന്നു എന്നുള്ളത്. ഇത് ചോദ്യപേപ്പർ ജസ്റ്റ് ഒന്ന് വിശകലനം ചെയ്യുന്നതാണ്. നമ്മൾ ആൻസർ കീ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്ത് തന്നെ ചെയ്യും. അപ്പോൾ എത്ര പേർക്ക് ആൻസർ കീ വേണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആൻസർ കീ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നമ്മൾ തരുന്നതായിരിക്കും. അടുത്തത് 12 ആണ്. 12A വരുന്നത് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതണം. 7 മാർക്കാണ് കേട്ടോ. അപ്പോൾ നോക്കൂ, ആശയം, പ്രയോഗഭംഗി, സമകാലിക പ്രസക്തി എന്നിവ പരിഗണിച്ച് കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതണം. മറന്നുവെച്ച കുട, അതാണ് ആദ്യത്തെ. അതൊന്ന് വായിക്കാം ഞാൻ. മറന്നുവെച്ച കുട മഴയെ ഓർത്തു, ഇടി കേട്ടു പീലി നിവർത്തിയത് മലങ്കാക്കയെ പോലെ, കുന്നു പറന്നിറങ്ങിയത് പോത്തിനെ പോലെ, വയൽവരമ്പിൽ കുണുങ്ങി നടന്നത് ഇപ്പോൾ ചിറകു നിവർത്താനാകാതെ മൂലയിലിരിക്കെ, എട്ടുകാലി നരച്ച ഉടലിൽ വല നെയ്യുമ്പോൾ തരിക്കുന്നു, കാർമൂടിയ ഒരു ദിവസം ഒരു കൈ തന്നെ വിടർത്തും, മഴയുടെ നൃത്തത്തിൽ കറുത്ത ചെറുപ്പം തിരിച്ചുവരും, കുടകളുടെ പൂരത്തിൽ നെറ്റിപ്പട്ടം കെട്ടി. സച്ചിദാനന്ദന്റെ ആണ്. ഇതല്ലെങ്കിൽ എഴുതേണ്ടത് ഈ വയലുകൾക്കപ്പുറം, ഈ പ്രലോഭനത്തിൽ നിന്നുള്ളതാണ് കേട്ടോ. വയലുകൾക്കപ്പുറം വാഗപൂത്ത വഴിയിലൂടന്തി മറഞ്ഞു പോയി, ചിറകു കുടയുന്നു തെന്നൽ ആറ്റിൻകരയിലെ വെള്ളത്തിലെ തോപ്പിനുള്ളിൽ. പ്രലോഭനത്തിൽ നിന്നുള്ളതാണ്. ഗ്രാമത്തിലെ സുന്ദരമായ ഒരു വൈകുന്നേരത്തെ കവി ആവിഷ്കരിച്ചത് കണ്ടല്ലോ. നിങ്ങളുടെ നാട്ടിലെ സമാനമായ കാഴ്ചകളെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കുക. ഉചിതമായ തലക്കെട്ടും നൽകുക. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് 12 ക്വസ്റ്റ്യൻ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ഇതിൽ. അപ്പോൾ നിങ്ങൾ ഈ 12 ക്വസ്റ്റ്യനും എത്ര പേർ എത്രയിടം ചെയ്തു എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ മൊത്തത്തിൽ നമ്മൾ ചാപ്റ്ററിനെ അല്ലെങ്കിൽ നമ്മുടെ പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളൂ. ഒരുപാട് ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നില്ല. അപ്പം നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഉത്തരങ്ങൾ വേണമെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒരു ലൈക്കും കൂടി അറിയിക്കുക. അപ്പോൾ എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.